തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരി തസ്മിത് തംസിനായുള്ള തിരച്ചിൽ നിർണായകമായി. നാഗർകോവിലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളിലുള്ളത് തസ്മിത് തന്നെയാണെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ കുട്ടി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നതും കുപ്പിയിൽ വെള്ളമെടുത്ത് ട്രെയിനിൽ തിരികെ കയറുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. അവിടെ നിന്ന് തസ്മിത് കന്യാകുമാരിയിലേക്ക് പോയിരിക്കാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, അങ്ങനെ നാഗർകോവിൽ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങുന്നു, വെള്ളമെടുത്ത് തിരികെ ട്രെയിനിൽ കയറുന്നു, അങ്ങനെയെങ്കിൽ യാത്ര കന്യാകുമാരിയിലേക്ക്. ഇപ്പോൾ പോലീസ് സംശയിക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് അജീഷ്? ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയിരുന്നു എന്നുള്ളതാണ്. കുട്ടി ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലാണ് യാത്ര ചെയ്തത്. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ കുട്ടി കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ വെള്ളം ശേഖരിക്കുന്നു. അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്നു. അങ്ങനെയെങ്കിൽ നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള യാത്ര അതെന്നാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, അങ്ങനെ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിലായിരിക്കാം കുട്ടിയെന്ന് പോലീസ് ഇപ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ടല്ലോ. കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് പോലീസ് ഇപ്പോൾ, അജീഷ്? ഉന്മേഷ്, ഇപ്പൊ പോലീസിന് നിർണായകമായി ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാഗർകോവിലിൽ നിന്ന് പെൺകുട്ടി വീണ്ടും തിരിച്ച് ഈ ഐലൻഡ് എക്സ്പ്രസിൽ കയറി കന്യാകുമാരിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസിനോടും RPF ഉദ്യോഗസ്ഥരോടും ചോദിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ 6 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിൽ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഐലൻഡ് എക്സ്പ്രസ് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഐലൻഡ് എക്സ്പ്രസ് വന്നിട്ടുള്ള ചില ഭാഗങ്ങളിൽ, ഈ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ ഭാഗങ്ങളും CCTV ക്യാമറയിൽ ലഭിക്കില്ല. ഈ ട്രെയിൻ ഇറങ്ങി മുൻഭാഗത്തൂടെ നടന്നു പോകുന്നവരുടെ ദൃശ്യങ്ങളായിരിക്കും കിട്ടുക. അല്ലാതെ ഒരുപക്ഷെ ആ പെൺകുട്ടി ട്രെയിൻ ഇറങ്ങി അവിടെ തന്നെ തുടരുകയാണെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഈ ദൃശ്യങ്ങൾ CCTVയിൽ ദൃശ്യങ്ങൾ കിട്ടാത്ത ആ സ്ഥലത്ത് തന്നെ തുടർന്ന് അടുത്ത ട്രെയിനിൽ കയറി പോകാനുള്ള ഒരു സാധ്യതയും പോലീസ് സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ 2 ഭാഗങ്ങളിലും, അതായത് ഇടത്തെ സൈഡും വലത്തെ സൈഡും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതുവഴിയും പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് പോലീസിന്റെ 5-അംഗ സംഘം ഇവിടെ ഇപ്പോഴും തുടരുന്നത്. വീണ്ടും അവർ CCTV ദൃശ്യങ്ങൾ ഈ പെൺകുട്ടി വന്നിറങ്ങാൻ സാധ്യതയുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച്, അതിന്റെ കമ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് വീണ്ടും പരിശോധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട 2 സാധ്യതകൾ പോലീസ് സംശയിക്കുന്നത്, ഇന്നലെ ഈ സമയത്ത്, ഇത് 3:25 പെൺകുട്ടി ഐലൻഡ് എക്സ്പ്രസിൽ കന്യാകുമാരിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള 2 ട്രെയിനുകൾ, ഒന്ന് ഈ ഐലൻഡ് എക്സ്പ്രസ് തന്നെ, അത് പിന്നീട് 2 മണിക്കൂറിന് ശേഷം ക്ലീനിങ്ങിനൊക്കെ ശേഷം ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടിയായിട്ട് മാറും. അതിനുശേഷം 5:30 വിവേക് എക്സ്പ്രസ്, അത് അസമിലേക്ക് പോകുന്ന വണ്ടിയാണ്. ആ വിവേക് എക്സ്പ്രസിൽ നമ്മൾ ഇന്നലെ പുലർച്ചെ പാലക്കാട് വെച്ച് പരിശോധിച്ചപ്പോൾ ആ പെൺകുട്ടി ഇല്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു സാധ്യത, ഈ ചെന്നൈയിലേക്കുള്ള വണ്ടിയിൽ, അതായത് ആ പെൺകുട്ടി വന്ന ട്രെയിനിൽ തന്നെ ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടും 5:50-ന്. ആ ട്രെയിനിൽ ഒരുപക്ഷെ പെൺകുട്ടി പോയിരിക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ, അതായത് ഈ പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് വന്നിറങ്ങിയ ട്രെയിന് 2 മണിക്കൂറിന് ശേഷം, അത് ക്ലീനിങ്ങിന് ശേഷം ഇവിടുന്ന് ചെന്നൈയിലേക്ക് പുറപ്പെടുന്ന ട്രെയിനാണ്. ഒരുപക്ഷെ ഈ ആളുകളൊക്കെ, നമ്മൾ ഇവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ഈ ട്രെയിനിൽ അത്യാവശ്യം തിരക്കുള്ള ട്രെയിനാണ്. ഈ ക്ലീനിങ്ങിന് വേണ്ടി കൊണ്ടിടുമ്പോൾ തന്നെ ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത സീറ്റുകളിലൊക്കെ കയറിയിരിക്കും. കന്യാകുമാരി സ്റ്റേഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ പതിയാനുള്ള സാധ്യതയുണ്ടല്ലോ. അതല്ലാതെയും പുറത്തേക്ക് വഴികളുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത്തരമൊരു സാധ്യതയുണ്ടല്ലോ. ആ നിലയ്ക്കുള്ള അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയില്ലെന്ന് തന്നെ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ടോ, അജീഷ്? ഉന്മേഷ്, ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. അതിലൊന്നും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ലായിരുന്നു പോലീസിന്. അങ്ങനെയാണ് മറ്റു 3 റെയിൽവേ സ്റ്റേഷനുകൾ കൂടി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഇവിടുത്തെ, അതായത് ഇതിനകത്തുള്ള CCTV ക്യാമറകളും ഒപ്പം തന്നെ ഇതിന്റെ കവാടത്തിൽ നിരവധി ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറകളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ച് രാവിലെ ഏതാണ്ട് 7 മണി മുതൽ തുടങ്ങിയ പരിശോധനയാണ്. ആദ്യഘട്ടം 2 ഘട്ടം ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിലൊന്നും പെൺകുട്ടിയെ കണ്ടെത്താനേ സാധിച്ചില്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് പോലീസ് അന്വേഷണം വഴിമുട്ടി നിന്നപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട 3 സ്റ്റേഷനിലേക്ക് അവിടെ കൂടി തിരയാമെന്ന് തീരുമാനിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെയും നാഗർകോവിലിൽ ഒരു വഴിത്തിരിവുണ്ടായപ്പോൾ പോലീസിന് വ്യക്തമായത് പെൺകുട്ടി ഇവിടെ ഒരുപക്ഷെ എത്തിയേക്കാം. അപ്പോഴാണ് നമ്മളും അവരോട് ചോദിച്ചത് ഇവിടുത്തെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ CCTV ദൃശ്യങ്ങൾ കിട്ടുമോ എന്നുള്ളത്. ആദ്യമേ ചോദിച്ചിരുന്നു, പക്ഷേ അതിന് അത്യാവശ്യമെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ട്രെയിൻ ഇറങ്ങി കവാടത്തിനവിടേക്ക് നടക്കുന്നു, അതായത് അകത്തൂടെ, അതായത് പ്രധാന കവാടത്തിലേക്ക് നടക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഏതെങ്കിലും ഒരു CCTV ക്യാമറയിൽ കിട്ടേണ്ടതാണ്. പക്ഷേ ആ പെൺകുട്ടി ആ ട്രെയിൻ ഇറങ്ങിയ ശേഷം ആ പ്ലാറ്റ്ഫോമിന്റെ ഏത് ഭാഗത്താണോ അവിടെ തുടരുകയാണെങ്കിൽ ആ ഭാഗത്ത് CCTV ക്യാമറകൾ പതിക്കാത്ത സ്ഥലമാണെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിയുടെ ദൃശ്യം കണ്ടെത്താനാകില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അങ്ങനെ പെൺകുട്ടി സെയിം വേഷം തന്നെ കുട്ടി ആ ട്രെയിനിൽ വന്നതല്ലേ, കുട്ടി തിരികെ ട്രെയിനിൽ കയറി ഉടൻ തന്നെ ട്രെയിൻ പുറപ്പെട്ടോ? അല്ല, ട്രെയിൻ അവിടെ 3-4 മിനിറ്റ് ഉണ്ടായിരുന്നല്ലോ. അല്ല, ഈ കുട്ടി തിരികെ വെള്ളം എടുത്ത് തിരികെ കയറി ഉടൻ തന്നെ ട്രെയിൻ പുറപ്പെട്ടു, അത്ര സമയമുള്ളൂ. അല്ല, വേറൊരു വശത്തൂടെ ഇറങ്ങാനുള്ള സാധ്യത സമയം ഉണ്ടായിരുന്നു. അല്ല, അപ്പുറത്ത് ട്രാക്കാണ്, അങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിക്കണില്ല. നമുക്ക് അടുത്ത എവിടെയാണെന്ന് വിഷ്വൽ കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. തുടർ പരിശോധനയ്ക്കാണ് ഇവിടെ എക്സ്പ്രസിൽ പോയി എന്നുള്ളൊരു സംശയം വന്നിരിക്കുന്നു. ഇപ്പൊ RPF സേവനം ചോദിക്കാൻ വേണ്ടി വന്നാൽ ബാക്കി ക്യാമറ നോക്കാൻ വേണ്ടി നോക്കിയിട്ട് പറയാം. നമുക്ക് ഇങ്ങനെ ഇത് തരാൻ പാടില്ല, മനസ്സിലായില്ലേ? നമ്മൾ CP നമ്മളെ കമ്മീഷണർ ഇങ്ങോട്ട് മെയിൽ അയച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. അത് സാറിനെ കിട്ടുള്ളൂ. നോക്കാം നമുക്ക് കേട്ടോ. വിവേക് എക്സ്പ്രസിൽ പോയി എന്നുള്ള സംശയം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിവേക് എക്സ്പ്രസിനെ കുറിച്ച് നമ്മൾ നോക്കിയില്ല, നോക്കിയിട്ട് പറയാം. ഈ കന്യാകുമാരിയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം കൂടുതൽ അവിടെ കേന്ദ്രീകരിച്ചാണോ? അതിന് നമ്മളെ മേലുദ്യോഗസ്ഥന്മാർ പറയും, അതനുസരിച്ച് പോകും. അതെ, ആ വണ്ടിയിലുണ്ടായിരുന്നത് ആ കുട്ടിയാണെന്ന് ഉറപ്പാണ്. അതിന്റെ ഫോട്ടോ ആ കൊച്ചിൽ നമുക്ക് കിട്ടിയിരുന്നല്ലോ. കന്യാകുമാരിയിലേക്ക് എന്ന് തന്നെ പോലീസ് ഏറെക്കുറെ പറയുന്നുണ്ട്.